എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2026 ജൂൺ 6 നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ ഡച്ച് ശക്തിയെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? 1. 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 2. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ കോട്ടകൾ ശക്തിപ്പെടുത്തുന്നതിന് ഡച്ചുകാർ സഹായം ചെയ്തു. 3. ഡച്ചുകാർ തദ്ദേശീയ ബിഷഗ്വരനായ ഇട്ടി അച്യുതന്റെ സഹായത്തോടെ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കി. കേരളത്തിലെ ഡച്ച് ശക്തിയെക്കുറിച്ച് ഏതാണ് ശരി എന്നാണ് ചോദിച്ചത്. ആൻസർ വരിക 1ഉം 3ഉം മാത്രം. അതായത് 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാർ തദ്ദേശീയ ബിഷഗ്വരനായ ഇട്ടി അച്യുതന്റെ സഹായത്തോടെ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കി. രണ്ടാമത്തെ ചോദ്യം, 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിയുടെ പേര് പറയുക. 1. ശ്രീനാരായണ ഗുരു, 2. സഹോദരൻ അയ്യപ്പൻ, 3. വേലുക്കുട്ടി അരയൻ. ഓപ്ഷൻസ് എ 1 മാത്രം, ബി 2 മാത്രം, സി 3 മാത്രം, ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തി. ആൻസർ വരാം വേലുക്കുട്ടി അരയൻ. മൂന്നാമത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് കസ്തൂർബ ഗാന്ധിയും രാജഗോപാലാചാരിയും ക്ഷേത്രപ്രവേശനത്തെ പിന്തുണച്ച് സജീവമായ പ്രൊപ്പഗണ്ട നടത്തി. 2. പയ്യന്നൂരിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിൽ കെ കേളപ്പൻ നേതൃപരമായ പങ്ക് വഹിച്ചു. 3. വൈക്കം സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ആയിരുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക 1ഉം 2ഉം മാത്രം. അതായത് ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് കസ്തൂർബ ഗാന്ധിയും രാജഗോപാലാചാരിയും ക്ഷേത്രപ്രവേശനത്തെ പിന്തുണച്ച് സജീവമായ പ്രൊപ്പഗണ്ട നടത്തി. പയ്യന്നൂരിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിൽ കെ കേളപ്പൻ നേതൃപരമായ പങ്ക് വഹിച്ചു. നാലാമത്തെ ചോദ്യം, മുഗൾ കാലഘട്ടത്തിലെ രാജ തോഡർമലിന്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് എ മൻസബ്ദാരി, ബി സപ്തി, സി ചെഹ്റ, ഡി സാറ്റും സവാറും. മുഗൾ കാലഘട്ടത്തിലെ രാജ തോഡർമലിന്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ വരിക സപ്തി. മുഗൾ കാലഘട്ടത്തിലെ രാജ തോഡർമൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ബന്ദോബസ്ത് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് സപ്തി വ്യവസ്ഥ എന്നുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, 1717 മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് ഷിയാറുടെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച് ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആരാണ്? ഓപ്ഷൻസ് എ ജോൺ സർമാൻ, ബി വില്യം ഹോക്കിൻസ്, സി വില്യം ഹാമിൽട്ടൺ, ഡി എഡ്വേർഡ് സ്റ്റീഫൻസൺ. 1717 മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് ഷിയാറുടെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച് ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആൻസർ വരിക ജോൺ സർമാൻ. മുഗൾ ഭരണാധികാരികൾ പുറപ്പെടുവിച്ചിരുന്ന രാജകീയ വിളംബരങ്ങൾ അല്ലെങ്കിൽ രാജകീയ ഉത്തരവുകളാണ് ഫിർമാൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാരത്തിന് ഈ ഫിർമാൻ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം, 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് വ്യക്തമായി നിർവചിച്ചത് എ നിയമസഭയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള അധികാര വിഭജനം, ബി സ്റ്റേറ്റ് സെക്രട്ടറിയുടെയും വൈസ്രോയുടെയും അധികാരങ്ങൾ, സി വൈസ്രോയുടെയും പ്രവിശ്യ ഗവർണർമാരുടെയും അധികാര പരിധി, ഡി കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളുടെ അധികാര പരിധി. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. ആൻസർ വരാം കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളുടെ അധികാര പരിധിയാണ് നിർവചിച്ചത്. 7. മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ് എ NM ജോഷി, ബി അനസൂയ സാരാഭായ്, സി BP വാഡിയ, ഡി SA ഡാംഗെ. മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ആൻസർ BP വാഡിയ. എട്ടാമത്തെ ചോദ്യം, തോമസ് ജെഫേഴ്സൺ സഹസ്ഥാപകനായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഓപ്ഷൻസ് എ ഫെഡറലിസ്റ്റ്, ബി വിഗ്സ്, സി ടോറി, ഡി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ്. ആൻസർ വരിക ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ്. തോമസ് ജെഫേഴ്സൺ സഹസ്ഥാപകനായ രാഷ്ട്രീയ പാർട്ടി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ്. 9. എന്താണ് തേർഡ് എസ്റ്റേറ്റ് എന്ന സ്വാധീന ശക്തിയുള്ള ലഘുലേഖ എഴുതിയത് ആരാണ്? ഓപ്ഷൻസ് എ മോണ്ടെസ്ക്, ബി മോണ്ടെസ്ക് ടു, സി വോൾട്ടയർ, ഡി എബാസിയസ്. എന്താണ് തേർഡ് എസ്റ്റേറ്റ് എന്ന സ്വാധീന ശക്തിയുള്ള ലഘുലേഖ എഴുതിയത്? ആൻസർ വരിക അബേസിയസ്. 10. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഡാഷ് എസ്റ്റേറ്റിലെ അംഗങ്ങൾ മാത്രമാണ് നികുതി അടച്ചിരുന്നത്. ഓപ്ഷൻസ് എ മൂന്നാമത്തേത്, ബി ഒന്നാമത്തേത്, സി 5, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. നികുതി അടച്ചിരുന്നത് ഏത് എസ്റ്റേറ്റിലെ അംഗങ്ങളാണെന്നാണ് ചോദ്യം. ആൻസർ വരിക മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ മാത്രമാണ് നികുതി അടച്ചിരുന്നത്. 11. ഗൾഫ് സ്ട്രീം താഴെ പറയുന്നവയിൽ ഏത് സമുദ്രത്തിലെ ഒരു ചൂടുള്ള സമുദ്രപ്രവാഹമാണ്? ഓപ്ഷൻ എ അറ്റ്ലാന്റിക്, ബി ഇന്ത്യൻ, സി പസഫിക്, ഡി ആർട്ടിക്. ഗൾഫ് സ്ട്രീം ഏത് സമുദ്രത്തിലെ ചൂടുള്ള സമുദ്രപ്രവാഹമാണ്? ആൻസർ അറ്റ്ലാന്റിക്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. 12. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ സ്കെയിലിൽ വരച്ചിരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? എ കഡസ്ട്രൽ ഭൂപടം, ബി ചുവരു ഭൂപടം, സി ടോപ്പോ ഷീറ്റ്, ഡി അറ്റ്ലസ് വേൾഡ്.
ഏറ്റവും ചെറിയ സ്കെയിലിൽ വരച്ചിരിക്കുന്ന ഭൂപടം അറ്റ്ലസുകളാണ്. 13. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഉപദ്വീപ് നദി? ഓപ്ഷൻ എ ഗംഗ, ബി ഗോദാവരി, സി കാളി ഗണ്ഡകി, ഡി കോസി. ഉപദ്വീപിയൻ നദി. ആൻസർ ഗോദാവരി. 14. താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന്റെ ഒരു രൂപമല്ലാത്തത്? എ സൗരോർജം, ബി തിരമാല ഊർജം, സി ജലവൈദ്യുതി, ഡി ആണവോർജം. പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന്റെ രൂപമല്ലാത്തത് ആൻസർ വരെ ആണവോർജം. 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്? എ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്, ബി നീലഗിരി, സി അഗസ്ത്യമല, ഡി ഗ്രേറ്റ് നിക്കോബാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. 16. സ്ഥിരവിലയുള്ള GDPയിലെ വർധനവ് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു? എ ഒരു രാജ്യത്തിന്റെ നാമമാത്ര GDPയിലെ വർധനവ്, ബി പണപ്പെരുപ്പത്തിലെ കുറവ്, സി ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ GDPയിലെ വർധനവ്, ഡി കൂടുതൽ സാധനങ്ങളുടെ ഉൽപാദനവും വിലയിലെ കുറവും. സ്ഥിരവിലയിലുള്ള GDPയിലെ വർധനവ് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു? ആൻസർ ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ GDPയിലെ വർധനവ്. 17. ഇനി പറയുന്നവയിൽ ഏതാണ് സർക്കാരിന്റെ അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിന്റെ ഭാഗമല്ലാത്തത്? എ തൊഴിലില്ലായ്മ പെൻഷനിലെ വർധനവ്, ബി കാർഷിക സംഭരണ വിലകളിലെ വർധനവ്, സി വ്യക്തിഗത ആദായ നികുതി നിരക്കിലെ വർധനവ്, ഡി വിധവാ പെൻഷനിലെ വർധനവ്. സർക്കാരിന്റെ അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിന്റെ ഭാഗമല്ലാത്തത് ഏത് എന്നാ ചോദിച്ചത്? ആൻസർ വ്യക്തിഗത ആദായ നികുതി നിരക്കിലെ വർധനവ്. 18. GDP ഡിഫ്ലേറ്റർ ഏത് അനുപാതത്തെയാണ് ചിത്രീകരിക്കുന്നത്? എ യഥാർത്ഥ GDPയിൽ നിന്ന് നാമമാത്ര GDPയിലേക്ക്, ബി നാമമാത്ര GDPയിൽ നിന്ന് യഥാർത്ഥ GNPയിലേക്ക്, സി യഥാർത്ഥ GDPയിൽ നിന്ന് നാമമാത്ര GNPയിലേക്ക്, ഡി നാമമാത്ര GDPയിൽ നിന്ന് യഥാർത്ഥ GDPയിലേക്ക്. GDP ഡിഫ്ലേറ്റർ ഏത് അനുപാതത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ വരാം നാമമാത്ര GDPയിൽ നിന്ന് യഥാർത്ഥ GDPയിലേക്ക്. നാമമാത്ര GDPയിൽ നിന്ന് യഥാർത്ഥ GDPയിലേക്ക്. അതാണ് GDP ഡിഫ്ലേറ്റർ. 19. വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്? 1. MNREGA മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, ബി PMAY പ്രധാനമന്ത്രി ആവാസ് യോജന, സി PMMY പ്രധാനമന്ത്രി മുദ്ര യോജന, ഡി PMEGP പ്രധാനമന്ത്രി തൊഴിലുറപ്പ് പദ്ധതി. വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരാം MNREGA മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമാണ് വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. 20. ഇനി പറയുന്നവയിൽ ഏതാണ് മൂലധന വിപണിയിലെ ഒരു ഉപകരണം? എ ഒരു വർഷത്തെ കാലാവധി നിക്ഷേപം, ബി 10 വർഷത്തെ കാലാവധിയുള്ള ഒരു സർക്കാർ ബോണ്ട്, സി 90 ദിവസത്തെ വാണിജ്യ ബിൽ, ഡി 364 ദിവസത്തെ ട്രഷറി ബിൽ. ഏതാണ് മൂലധന വിപണിയിലെ ഒരു ഉപകരണം എന്നാണ് ചോദിച്ചത്. ആൻസർ വരിക 10 വർഷത്തെ കാലാവധിയുള്ള ഒരു സർക്കാർ ബോണ്ട്. 21. എക്സിക്യൂട്ടീവിന് മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിനുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? എ അവ നേരിട്ട് സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നു, ബി അവ ഭരണപരമായ നടപടികളുടെ വിശദമായ പരിശോധന സാധ്യമാക്കുന്നു, സി അവ നിയമസഭയിലെ ചർച്ചകൾ മാറ്റിസ്ഥാപിക്കുന്നു, ഡി അവ മന്ത്രിമാരുടെ മേൽ ജുഡീഷ്യൽ അധികാരം പ്രയോഗിക്കുന്നു. എക്സിക്യൂട്ടീവിന് മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിനുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ആൻസർ വരാം അവ ഭരണപരമായ നടപടികളുടെ വിശദമായ പരിശോധന സാധ്യമാക്കുന്നു. 22. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ആശയം പ്രാഥമികമായി ഇവയെ സൂചിപ്പിക്കുന്നു. എ പ്രത്യേക സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ, ബി രാഷ്ട്രീയ പരിഗണനകളിൽ നിയമിതരായ ഉദ്യോഗസ്ഥർ, സി വൈവിധ്യമാർന്ന ഭരണപരമായ റോളുകൾ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച സിവിൽ സർവീസുകാർ, ഡി സംസ്ഥാനതല സേവനങ്ങൾക്കായി മാത്രം നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ വരിക വൈവിധ്യമാർന്ന ഭരണപരമായ റോളുകൾ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച സിവിൽ സർവീസുകാർ. 23. ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നതിനെ ഏറ്റവും നന്നായി ന്യായീകരിക്കുന്ന പ്രിൻസിപ്പൽ. എ ഭരണപരമായ വികേന്ദ്രീകരണം, ബി അധികാരങ്ങളുടെ വേർതിരിവ്, സി സ്ഥാപനപരമായ ഉത്തരവാദിത്തം, ഡി രാഷ്ട്രീയ പ്രാതിനിധ്യം. ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആൻസർ സ്ഥാനപരമായ ഉത്തരവാദിത്തം. 24. ജനാധിപത്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? എ അവർ പൊതു താൽപര്യങ്ങൾ സമാഹരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു, ബി അവർ വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പ് പരിമിതപ്പെടുത്തുന്നു, സി അവർ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നു, ഡി അവർ സിവിൽ സമൂഹ സ്ഥാപനങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നു. ജനാധിപത്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ അവർ പൊതു താൽപര്യങ്ങൾ സമാഹരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. 25. മനുഷ്യാവകാശങ്ങളെ സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമായും അവ എന്തായതിനാലാണ്?
എ. ദേശീയ ഭരണഘടനകളെ ആശ്രയിച്ചിരിക്കുന്നു. ബി. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. സി. നടപ്പാക്കുന്നത് അന്താരാഷ്ട്ര കോടതികൾ. ഡി. സർക്കാരുകൾ അനുവദിക്കുന്നു. മനുഷ്യാവകാശങ്ങളെ സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. 26. ഏത് മതത്തിലെ സേവന ജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൊയ്കേൽ കുമാരഗുരു PRDS സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ഹിന്ദുമതം, ബി ഇസ്ലാം മതം, സി ക്രിസ്ത്യൻ മതം, ഡി ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ. കുമാരഗുരു PRDS എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ഏത് മതത്തിലെ സേവന ജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരെ ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ. 27. താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ അഭിലാഷ പദ്ധതിയായിരുന്നു ഒബോർ? ഓപ്ഷൻസ് എ അമേരിക്ക, ബി റഷ്യ, സി ജപ്പാൻ, ഡി ചൈന. ആൻസർ വരെ ചൈനയാണ്. ഒബോർ എന്ന് പറയുന്നത് വൺ ബെൽറ്റ് വൺ റോഡ് എന്ന പദ്ധതിയായിരുന്നു. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ വൻകരകളെ കര നാവിക മാർഗങ്ങളിലൂടെ ബന്ധിപ്പിച്ച് ആഗോള വ്യാപാരം മെച്ചപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. 28. അണ്ണാ ഹസാരെ ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എ. ആണവ വിരുദ്ധ പ്രസ്ഥാനം, ബി. അഴിമതി വിരുദ്ധ പ്രസ്ഥാനം, സി. ജാതി വിരുദ്ധ പ്രസ്ഥാനം, ഡി. സംവരണ വിരുദ്ധ പ്രസ്ഥാനം. അണ്ണാ ഹസാരെ. ആൻസർ വരെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനം. 29. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 11-ാം ഷെഡ്യൂളിൽ വരുന്നത്? 1. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി, 2. സാമൂഹ്യ വനവൽക്കരണം, 3. സമൂഹ ആസ്തികളുടെ പരിപാലനം, 4. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 11-ാം ഷെഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ ഈ മുകളിൽ പറഞ്ഞവ എല്ലാം വരും. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി, സാമൂഹ്യ വനവൽക്കരണം, സമൂഹ ആസ്തികളുടെ പരിപാലനം, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. 30. ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നിവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? എ. പെട്രോളിയം ഉൽപാദനം, ബി. തീവ്രവാദ ശൃംഖല, സി. കറുപ്പ് ഉൽപാദനം, ഡി. സൈബർ കുറ്റകൃത്യം. ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നിവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ആൻസർ കറുപ്പ് ഉൽപാദനം. 31. ഇവയിൽ താളിയിൽ താനം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? എ. രേവതി പട്ടത്താനം, ബി. മൂഴിക്കുളം കാച്ചം, സി. മാമാങ്കം, ഡി. മുറജപം. താളിയിൽ താനം എന്നും അറിയപ്പെടുന്നത് ആൻസർ രേവതി പട്ടത്താനം. 32. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ഇവരിൽ ആരുടേതാണ്? എ. ചങ്ങമ്പുഴ, ബി. അയ്യങ്കാളി, സി. ശ്രീനാരായണ ഗുരു, ഡി. മന്നത്ത് പത്മനാഭൻ. ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ശ്രീനാരായണ ഗുരു. 33. ആധുനിക ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒളിമ്പിക് പതാകയുടെ ആശയ രൂപീകരണവും രൂപകൽപ്പനയും ഏത് പ്രമുഖ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഏറ്റെടുത്തത്? എ. തോമസ് ബാച്ച്, ബി. ബാരൻ പിയറി ഡി കുബർട്ടി, സി. കിർസ്റ്റി കോവൻട്രി, ഡി. ഇവാഞ്ചലിസ് സാപ്പാസ്. ഒളിമ്പിക് പതാകയുടെ ആശയ രൂപീകരണവും രൂപകൽപ്പനയും ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് എന്നാണ് ചോദ്യം. ആൻസർ വരിക ബാരൻ പിയറി ഡി കുബർട്ടി. 34. ദുലീപ് ട്രോഫി ഇനി പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. ഗുസ്തി, ബി. ഗോൾഫ്, സി. ക്രിക്കറ്റ്, ഡി. അത്ലറ്റിക്സ്. ദുലീപ് ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ക്രിക്കറ്റ്. 35. ഇനി പറയുന്ന പ്രസ്താവന പരിശോധിക്കുക. 1. ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ ആണ് പുരുഷന്മാരുടെ ഹോക്കി ഏഷ്യ കപ്പ് സംഘടിപ്പിക്കുന്നത്. 2. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഹോക്കി ടൂർണമെന്റ് ആയിരുന്നു ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി. 3. പ്രൊഫഷണൽ ഗോൾഫിലെ ഒരു പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റ് ആണ് ഏഷ്യ കപ്പ്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ആൻസർ വരിക 1ഉം 2ഉം. അതായത് ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ പുരുഷന്മാരുടെ ഹോക്കി ഏഷ്യ കപ്പ് സംഘടിപ്പിക്കുന്നു. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഹോക്കി ടൂർണമെന്റ് ആയിരുന്നു ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി. 36. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്റെയും അതിന്റെ രചയിതാവിനെയും കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ഇ. സന്തോഷ് കുമാർ എഴുതിയ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയായി ഗോപൽ ബറുവയെ ചിത്രീകരിച്ചിരിക്കുന്നു. 2. 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. 3. മലയാള സാഹിത്യത്തിലെ പ്രമുഖ ഉത്തരാധുനിക എഴുത്തുകാരനായ ഇ. സന്തോഷ് കുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയായ അന്ധകാരനാഴി ഉൾപ്പെടെ നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദ്യം. ആൻസർ വരിക 2ഉം 3ഉം. അതായത് 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. മലയാളത്തിലെ പ്രമുഖ ഉത്തരാധുനിക എഴുത്തുകാരനായ ഇ. സന്തോഷ് കുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയായ അന്ധകാരനാഴി ഉൾപ്പെടെ നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. 37. ചരിത്രപരമായ മലയാള പ്രസിദ്ധീകരണമായ ജ്ഞാനനിക്ഷേപത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. മുൻകാല ആനുകാലികങ്ങൾ കയ്യെഴുത്തും ലിത്തോഗ്രാഫും ഉപയോഗിച്ചിരുന്നെങ്കിലും ജ്ഞാനനിക്ഷേപം അച്ചടിക്കായി ചലിക്കുന്ന മലയാള തരങ്ങൾ ഉപയോഗിക്കുകയും സംഗതി വിവരങ്ങൾ എന്ന തലക്കെട്ടിലുള്ള ഉള്ളടക്ക പട്ടിക ഉൾപ്പെടെ ഒരു ഘടനാപരമായ പേജ് ലേഔട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. 2. ബെഞ്ചമിൻ ബെയ്ലിയുടെ എഡിറ്റർഷിപ്പിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് ചരിത്ര ഗവേഷണം സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലേഔട്ട് ഡിസൈനുകൾ പിന്നീട് തുടർന്നുള്ള മാസികകളും അനുകരിച്ചു. 3. ആർച്ച് ഡീക്കൻ കോശിയുടെ ആദ്യകാല മലയാള നോവൽ രൂപമായ പുല്ലേലിക്കുഞ്ഞ് ജ്ഞാനനിക്ഷേപത്തിന്റെ കോളങ്ങളിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നാണ് ചോദ്യം.
ആൻസർ വരാം 1ഉം 3ഉം മാത്രം. അതായത് മുൻകാല ആനുകാലികങ്ങൾ കയ്യെഴുത്തും ലിത്തോഗ്രാഫും ഉപയോഗിച്ചിരുന്നെങ്കിലും ജ്ഞാനനിക്ഷേപം അച്ചടിക്കായി ചലിക്കുന്ന മലയാള തരങ്ങൾ ഉപയോഗിക്കുകയും സംഗതി വിവരങ്ങൾ എന്ന തലക്കെട്ടിലുള്ള ഉള്ളടക്ക പട്ടിക ഉൾപ്പെടെ ഒരു ഘടനാപരമായ പേജ് ലേഔട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ആർച്ച് ഡീക്കൻ കോശിയുടെ ആദ്യകാല മലയാള നോവൽ രൂപമായ പുല്ലേലിക്കുഞ്ഞ് ജ്ഞാനനിക്ഷേപത്തിന്റെ കോളങ്ങളിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. 38 ശ്രീബുദ്ധ ചരിതം എന്ന സാഹിത്യകൃതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 1. കുമാരനാശാൻ വിവർത്തനം ചെയ്ത സർ എഡ്വിൻ ആർണോൾഡിന്റെ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പ്രശസ്ത കൃതിയുടെ മലയാള പരിഭാഷയാണിത്. 2. കിളിപ്പാട്ട് ശൈലിയിൽ രചിച്ച ഈ കൃതി 1915 ശാരദാ ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ചു. 3. തിരുവിതാംകൂറിലെ രാജകുടുംബമാണ് കേരളത്തിൽ ബുദ്ധമത ദർശനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവർത്തനം പ്രാഥമികമായി നിയോഗിച്ചത്. ശ്രീബുദ്ധ ചരിതത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരാം 1, 2 മാത്രം. അതായത് കുമാരനാശാൻ വിവർത്തനം ചെയ്ത സർ എഡ്വിൻ ആർണോൾഡിന്റെ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പ്രശസ്ത കൃതിയുടെ മലയാള പരിഭാഷയാണിത്. കിളിപ്പാട്ട് ശൈലിയിൽ രചിച്ച ഈ കൃതി 1915 ശാരദാ ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ചു. 39 ഇനി പറയുന്ന സംഭവങ്ങൾ കാലക്രമത്തിൽ ക്രമീകരിക്കുക. 1. ഈഴവ സ്മാരകം, 2. പാലിയം സത്യാഗ്രഹം, 3. വൈക്കം സത്യാഗ്രഹം, 4. വില്ലുവണ്ടി സമരം. അപ്പൊ ആൻസർ വരിക ആദ്യം നടന്നത് വില്ലുവണ്ടി സമരം, പിന്നെ ഈഴവ സ്മാരകം, വൈക്കം സത്യാഗ്രഹം, ഏറ്റവും അവസാനം പാലിയം സത്യാഗ്രഹം. വില്ലുവണ്ടി സമരം, ഈഴവ സ്മാരകം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. 40 ഇനി പറയുന്നവയിൽ ശാസ്താവിന് ക്ഷേത്രമല്ലാത്തത് ഏതാണ്? എ. ശബരിമല, ബി. തിരുവള്ളക്കാവ്, സി. ആറാട്ടുപുഴ ക്ഷേത്രം, ഡി. കൊട്ടിയൂർ ക്ഷേത്രം. ശാസ്താവിന്റെ ക്ഷേത്രമല്ലാത്തത് ആൻസർ കൊട്ടിയൂർ ക്ഷേത്രം. 41 സൈബർ സ്റ്റാക്കിംഗ് എന്നാൽ ഇവയെയാണ് സൂചിപ്പിക്കുന്നത്. എ. ഇന്റർനെറ്റ് വഴി ഭീഷണിപ്പെടുത്തുന്നതോ ഉപദ്രവിക്കുന്നതോ ആയ സന്ദേശങ്ങൾ അയക്കൽ, ബി. വെബ്സൈറ്റുകൾ രൂപകൽപ്പന ചെയ്യൽ, സി. വൈറസുകളിൽ നിന്ന് കമ്പ്യൂട്ടറിനെ സംരക്ഷിക്കൽ, ഡി. ഫയർവാളുകൾ സ്ഥാപിക്കൽ. സൈബർ സ്റ്റാക്കിംഗ് എന്നാൽ എന്താണെന്നാണ് ചോദ്യം. ആൻസർ വരിക ഇന്റർനെറ്റ് വഴി ഭീഷണിപ്പെടുത്തുന്നതോ ഉപദ്രവിക്കുന്നതോ ആയ സന്ദേശങ്ങൾ അയക്കൽ. 42 ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സിസ്റ്റം സോഫ്റ്റ്വെയർ നൽകുന്നു. 2. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലാതെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നേരിട്ട് ഹാർഡ്വെയറുമായി സംവദിക്കുന്നു. 3. യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചത്. ആൻസർ വരിക 1ഉം 3ഉം മാത്രം. അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സിസ്റ്റം സോഫ്റ്റ്വെയർ നൽകുന്നു. യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. 43 ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. കോളം എയിൽ 1 മെയിൽ ലയനം, കോളം ബിയിൽ എ സ്പ്രെഡ്ഷീറ്റ്, 2 പിവറ്റ് പട്ടിക, ബി വേർഡ് പ്രോസസർ, 3 റിപ്പോർട്ട് ജനറേഷൻ, സി പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, 4 സ്ലൈഡ് മാസ്റ്റർ, ഡി ഡാറ്റാബേസ് പാക്കേജ്. അപ്പൊ ഇത് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരാം 1 ബി. അതായത് മെയിൽ ലയനം വേർഡ് പ്രോസസർ, പിവറ്റ് പട്ടിക സ്പ്രെഡ്ഷീറ്റ്, റിപ്പോർട്ട് ജനറേഷൻ ഡാറ്റാബേസ് പാക്കേജ്, സ്ലൈഡ് മാസ്റ്റർ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. ഒന്നുകൂടെ പറയാം. മെയിൽ ലയനം വേർഡ് പ്രോസസർ, പിവറ്റ് പട്ടിക സ്പ്രെഡ്ഷീറ്റ്, റിപ്പോർട്ട് ജനറേഷൻ ഡാറ്റാബേസ് പാക്കേജ്, സ്ലൈഡ് മാസ്റ്റർ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. 44 ഡാറ്റ നിലനിർത്താൻ ഏത് മെമ്മറിക്കാണ് ആനുകാലിക പുതുക്കൽ ആവശ്യമുള്ളത്? ഓപ്ഷൻ എ എസ് റാം, ബി ഡി റാം, സി റോം, ഡി ഫ്ലാഷ്. ഡാറ്റ നിലനിർത്താൻ പുതുക്കൽ ആവശ്യമുള്ളത് ഏത് മെമ്മറിക്കാണെന്നാണ് ആൻസർ വരിക ഡി റാം. 45 വാദം എ HTML പ്ലാറ്റ്ഫോം സ്വതന്ത്രമാണ്. കാരണം ആർ വെബ് ബ്രൗസർ ഉപയോഗിച്ച് ഏത് സിസ്റ്റത്തിലും HTML ഡോക്യുമെന്റുകൾ കാണാൻ കഴിയും. അപ്പം ഇതിന്റെ ആൻസർ വരിക എയും ആറും ശരിയാണ്. അതായത് HTML പ്ലാറ്റ്ഫോം സ്വതന്ത്രമാണ് എന്നുള്ള വാദവും അതിന്റെ കാരണം വെബ് ബ്രൗസർ ഉപയോഗിച്ച് ഏത് സിസ്റ്റത്തിലും HTML ഡോക്യുമെന്റുകൾ കാണാൻ കഴിയും എന്നതും ശരിയാണ്. കൂടാതെ ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണവുമാണ്. 46 സ്റ്റിപ്പ് 2020 പ്രകാരം ശാസ്ത്ര വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? 1. വിമർശനാത്മക ചിന്തയെയും അന്വേഷണാധിഷ്ഠിത പഠനത്തെയും നയം പ്രോത്സാഹിപ്പിക്കുന്നു. 2. അന്തർവിജ്ഞാനീയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നു. 3. ശാസ്ത്ര വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത്. ആൻസർ വരിക 1ഉം 2ഉം മാത്രം. വിമർശനാത്മക ചിന്തയെയും അന്വേഷണാധിഷ്ഠിത പഠനത്തെയും നയം പ്രോത്സാഹിപ്പിക്കുന്നു. അന്തർവിജ്ഞാനീയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നു. സ്റ്റിപ്പ് 2020 എന്ന് പറയുന്നത് ഇന്ത്യ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസിയാണ്. 47 ദുരന്ത നിവാരണത്തിൽ ISROയുടെ പങ്കിനെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും കാലാവസ്ഥാ പ്രവചനവും ഉപയോഗിക്കുന്നു. 2. വെള്ളപ്പൊക്കം, വരൾച്ച, മണ്ണിടിച്ചിൽ വിലയിരുത്തൽ എന്നിവയ്ക്കുള്ള ഡാറ്റ ഭൂമി നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നൽകുന്നു. 3. സൈനിക നിരീക്ഷണത്തിനായി മാത്രം ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. ദുരന്ത നിവാരണത്തിൽ ISROയുടെ പങ്കിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക 1ഉം 2ഉം മാത്രമാണ്. അതായത് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും കാലാവസ്ഥാ പ്രവചനവും ഉപയോഗിക്കുന്നു.
വെള്ളപ്പൊക്കം, വരൾച്ച, മണ്ണിടിച്ചിൽ വിലയിരുത്തൽ എന്നിവയ്ക്കുള്ള ഡാറ്റ ഭൂമി നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നൽകുന്നു. 48. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യക്കുറവ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നവ ഏതാണ്? എ. നഗരഘടനയിലെ അധിക നിക്ഷേപം. ബി. ആവശ്യമായതും ലഭ്യമായതുമായ അടിസ്ഥാന സൗകര്യങ്ങൾ തമ്മിലുള്ള അന്തരം. സി. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉയർന്ന സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം. ഡി. ജനസംഖ്യാ വളർച്ചയിലെ ഇടിവ്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യക്കുറവ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ആവശ്യമായതും ലഭ്യമായതുമായ അടിസ്ഥാന സൗകര്യങ്ങൾ തമ്മിലുള്ള അന്തരം. 49. ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? ഓപ്ഷൻ എ 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക. ബി 500 ജിഗാവാട്ട് അജൈവ ഇന്ധനോർജ്ജം കൈവരിക്കുക. സി 2030 സമ്പദ് വ്യവസ്ഥയുടെ കാർബൺ തീവ്രത 45% കുറയ്ക്കുക. ഡി 2030 1 ബില്യൺ ടൺ കാർബൺ ഉത്സർജനം കുറയ്ക്കുക. ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാണ് ചോദിച്ചത്. ആൻസർ വരെ 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്നുള്ളത് ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടില്ല. 50. DRDO രൂപീകരണത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. ഇന്ത്യൻ സൈന്യത്തിന്റെ സാങ്കേതിക വികസന സ്ഥാപനങ്ങളെ ലയിപ്പിച്ചാണ് DRDO രൂപീകരിച്ചത്. 2. DRDOയിൽ ലയിപ്പിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. 3. DRDO മിസൈൽ വികസന മേഖലയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക 1ഉം 2ഉം മാത്രം. അതായത് ഇന്ത്യൻ സൈന്യത്തിന്റെ സാങ്കേതിക വികസന സ്ഥാപനങ്ങളെ ലയിപ്പിച്ചാണ് DRDO രൂപീകരിച്ചത്. DRDOയിൽ ലയിപ്പിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. സീരീസിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ പാഠം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. അതിൽ PSCക്ക് ആവശ്യമുള്ള ആദ്യത്തെ ഫാക്ട് മഹാശിലായുഗം. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ, മെഗാലിത്തിക് മോണിമെന്റ്സ് എന്നറിയപ്പെടുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം, മെഗാലിത്തിക് ഏജ് എന്നും അറിയപ്പെടുന്നു. ഇപ്പൊ കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ ഇതൊക്കെയാണ് മഹാശിലാസ്മാരകങ്ങൾ. വലിയ ശിലകൾ കൊണ്ടോ അല്ലെ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്നും ഇവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്നും അറിയപ്പെടുന്നു. മഹാശിലായുഗത്തിന്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു. കേരളത്തിലെ മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. ഇപ്പൊ ദക്ഷിണേന്ത്യയിലെ മഹാശിലായുഗ കേന്ദ്രങ്ങൾ, കേരളത്തിലുള്ള മഹാശിലായുഗ കേന്ദ്രങ്ങളാണ് മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്. തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട. ദക്ഷിണേന്ത്യ. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ. മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നത്. മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പ് ആയുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം മഹാശിലായുഗം തന്നെയാണ് ഇരുമ്പ് യുഗം എന്ന് അറിയപ്പെടുന്നത്. കാരണം ഈ ഇത്തരം മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാൾ, അരിവാൾ, കുന്തമുന, മുക്കാലി പീഠം, വിളക്കുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇരുമ്പിന്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭക്ഷണ ശേഖരത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം. ഇനി പറയുന്നത് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണത്തെക്കുറിച്ചാണ്. അപ്പം ഇതിൽ പ്രാചീന തമിഴകത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ പ്രാചീന തമിഴകം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൽ ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സാണ് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ മുതലായവ. ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘസാഹിത്യ കൃതികളിൽ നിന്നാണ്. അപ്പോൾ പ്രാചീന തമിഴകത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ
വാഞ്ചി, ഉറയൂർ, മധുരൈ തുടങ്ങിയവയായിരുന്നു. അപ്പം സംഘം കൃതികളെ പൊതുവിൽ അകംപാട്ടുകളെന്നും പുറംപാട്ടുകളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകംപാട്ടുകൾ. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറംപാട്ടുകൾ. സംഘസാഹിത്യ കൃതിയായ പുറനാനൂറിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിശേഷിപ്പിക്കുന്നു. പുറനാനൂറ് പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അപ്പം സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മ. അവർ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന അന്നത്തെ ഗായകരുടെ പാട്ടുകളാണ് സംഘം കൃതികൾ. ആ കാലഘട്ടമാണ് സംഘകാലം. അപ്പം സംഘകാലത്തിലെ ചില സാഹിത്യകൃതികളെ കുറിച്ചാണ് ഇനി പറയുന്നത്. കുറുന്തൊകൈ, നറ്റിണൈ, അകനാനൂറ്, പതിറ്റുപത്ത്. എക്സാമ്പിൾസ് ആണ് കുറുന്തൊകൈ, നറ്റിണൈ, അകനാനൂറ്, പതിറ്റുപത്ത്. ഇനി തിരുക്കുറൽ. സംഘസാഹിത്യകൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യകൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല എന്നിവ. തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ. തിരുവള്ളുവറാണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ചിലപ്പതികാരം കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ഇളങ്കോ അടികളാണ്. മണിമേഖല കോവലന്റെയും മാധവിയുടെ മകളായ മണിമേഖലയുടെയും കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ചിത്തലൈ ചാത്തനാറാണ് മണിമേഖല രചിച്ചത്. അപ്പോൾ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതിയാണ് തിരുക്കുറൽ. രചിച്ചത് തിരുവള്ളുവർ. ചിലപ്പതികാരം കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്നു. രചിച്ചത് ഇളങ്കോ അടികൾ. മണിമേഖല കോവലന്റെയും മണിമേഖലയുടെയും കഥ പറയുന്നു. രചിച്ചത് ചിത്തലൈ ചാത്തനാർ. ഇനി സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം. സംഘം കൃതികളിൽ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതം, കൃഷി, കാലിമേയ്ക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശമുണ്ട്. ഇപ്പം സാമൂഹിക ജീവിതം, തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. സംഘകാലത്തെ സാമൂഹിക ജീവിതത്തിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. തൊഴിലിനെ അടിസ്ഥാനമാക്കി സാമൂഹിക വിഭജനം ഉണ്ടായിരുന്നു. പക്ഷെ സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. സാമ്പത്തിക ജീവിതം, കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവ മറ്റു ഉപജീവന മാർഗങ്ങളായിരുന്നു. വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ഇനി സംഘകാലത്തെ സാമ്പത്തിക ജീവിതം, കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. അതോടൊപ്പം വേട്ടയാടൽ, കന്നുകാലി വളർത്തൽ, മീൻപിടുത്തം ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. വിദേശികൾ പ്രധാനമായും വാങ്ങിയിരുന്നത് കുരുമുളകായിരുന്നു. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ഇനി തിണകൾ. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു. സംഘം കൃതികളിൽ പരാമർശിക്കുന്ന ഇവ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു. അപ്പൊ തിണകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറയുന്ന ഒന്നാണ് കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറയുന്ന കാട്, മല ഇങ്ങനെയുള്ള ഭൂപ്രകൃതിയിലുള്ള തിണയാണ് കുറിഞ്ചി എന്നറിയപ്പെടുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ ഉപജീവന മാർഗം. അതായത് വനവിഭവ ശേഖരണം, വേട്ടയാടൽ. മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടുകളും കുറ്റിക്കാടുകളും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉപജീവന മാർഗം കന്നുകാലി മേയ്ക്കൽ. പാലൈ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമാണ്. അപ്പൊ അവിടെ ഒന്നും കൃഷി ചെയ്യാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൊള്ളയും കവർച്ചയായിരുന്നു. മരുതം വയൽ പ്രദേശമാണ്. അപ്പൊ കൃഷിയാണ് സ്വാഭാവികമായിട്ട് ഉപജീവന മാർഗം. നെയ്തൽ തീരപ്രദേശമാണ്. അപ്പൊ മീൻപിടുത്തവും ഉപ്പുകുറുക്കലും. അപ്പൊ 5 തിണകളാണ് പ്രാചീന തമിഴകത്തിൽ ഉണ്ടായിരുന്നത്. അവ കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ കാട്, മല. മുല്ലൈ പുൽമേടും കുറ്റിക്കാടും. പാലൈ വരണ്ട പ്രദേശം. മരുതം വയൽ പ്രദേശം. നെയ്തൽ തീരപ്രദേശം. കുറിഞ്ചിയിലുള്ള ജനങ്ങളുടെ ഉപജീവന മാർഗം വനം, കാടും മലയായതുകൊണ്ട് തന്നെ വനവിഭവ ശേഖരണവും വേട്ടയാടലും. മുല്ലൈ പുൽമേടും കുറ്റിക്കാട്ടും ആയതുകൊണ്ട് കന്നുകാലികളെ മേയ്ക്കൽ. പാലൈ വരണ്ട പ്രദേശമാണ്. അപ്പൊ വേറെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൊള്ളയും കവർച്ചയായിരുന്നു അവരുടെ ഉപജീവന മാർഗം. മരുതം
വയൽ പ്രദേശമാണ്, കൃഷിയാണ് ഉപജീവന മാർഗം. നെയ്തൽ, തീരപ്രദേശമാണ്, മീൻപിടുത്തവും ഉപ്പുകുറുക്കലും.